വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പേജ് 18 അഡീഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ പൊസിഷനും ടേമും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് പഠിക്കാൻ പോകുന്നത്. Can you make an arithmetic sequence with 1 and 11 as the first and second terms? അതായത് 1 എന്നുള്ള ഫസ്റ്റ് ടേമും 11 എന്ന് പറയുന്ന സെക്കൻഡ് ടേമും വരുന്ന രീതിയിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് മേക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താണ് പോകുന്നത്. ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ടേം ലഭിക്കുന്നത്. സോ ആ കോമൺ ഡിഫറൻസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണെങ്കിൽ സെക്കൻഡ് ടേം 11 ആണെങ്കിൽ കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. അതായത് 11 മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് ലഭിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 10. സോ ഈ ഒരു സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ സാധിക്കില്ലേ? ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 11 ആണ്. സോ ദ സീക്വൻസ് വിൽ ബി 1, 11. നെക്സ്റ്റ് ടേം എന്തായിരിക്കും? 11 പ്ലസ് 10 ആയിരിക്കും അല്ലേ? സോ വി വിൽ ഗെറ്റ് 21. ആൻഡ് ഫോർത്ത് ടേം വിൽ ബി 21 പ്ലസ് 10. സോ ഇറ്റ് വിൽ ബി 31. നെക്സ്റ്റ് ഈസ് 41, 51, എക്സെട്ര. സോ ഇങ്ങനെയാണ് നമുക്ക് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്. കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ യു മേക്ക് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 1 and 11 as ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ്? മുകളിലത്തെ ക്വസ്റ്റ്യനിൽ 1ഉം 11ഉം ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേംസ് ആയിരുന്നു. സോ നമ്മൾ 11 മൈനസ് 1 ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തു. പക്ഷെ ഇവിടെ പറയുന്നത് ഫസ്റ്റ് ആൻഡ് തേർഡ് ടേംസ് ആണ് 1ഉം 11ഉം എന്നാണ്. സോ 1 ഫസ്റ്റ് ടേമും 11 തേർഡ് ടേമും ആണ്. സോ x1 എന്ന് പറയുന്നത് 1 ആണ്, x2 എന്ന് പറയുന്നത് 1 പ്ലസ് കോമൺ ഡിഫറൻസ് ആണ്, x3 എന്ന് പറയുന്നത് 1 പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. കാരണം x3 1 പ്ലസ് കോമൺ ഡിഫറൻസ് പ്ലസ് കോമൺ ഡിഫറൻസ് വരും. സോ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 11. സോ 1 പ്ലസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് 11 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ എഴുതാൻ നോക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 11 മൈനസ് 1, അതായത് ഈ 1നെ നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 11 മൈനസ് 1 എന്നാവും. പിന്നെ ഈ 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ അത് ഡിവിഷനായി മാറും. സോ 10/2 ഈക്വൽസ് 5. സോ നമ്മൾ കോമൺ ഡിഫറൻസ് 5 ആണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ആ സീക്വൻസ് എഴുതാൻ സാധിക്കില്ലേ? സോ ദ സീക്വൻസ് വിൽ ബി 1 പ്ലസ് 5 എന്ന് പറയുന്നത് 6, 6 പ്ലസ് 5 11, 11 പ്ലസ് 5 16, 16 പ്ലസ് 5 21, 21 പ്ലസ് 5 26, അങ്ങനെ കണ്ടിന്യൂ ചെയ്യും. സോ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് നൽകിയിട്ടുള്ളത് എങ്കിൽ നമ്മൾ അതിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോമൺ ഡിഫറൻസ് ലഭിക്കും. അതായത് നമുക്ക് ഫസ്റ്റ് ടേമും തേർഡ് ടേമും ആണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്തിട്ട് പൊസിഷൻ്റെ ഡിഫറൻസ് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 3 മൈനസ് 1. അതായത് ഇവിടെ എന്ത് ലഭിക്കും? 11 മൈനസ് 1, 11 അല്ലേ തേർഡ് ടേം, മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്ന് ലഭിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 5. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസിൻ്റെ ഫോർമുല മനസ്സിലായി അല്ലേ? ഏതെങ്കിലും 2 ടേംസ് ആണ് തന്നിട്ടുള്ളതെങ്കിൽ ആ 2 ടേംസ് മൈനസ് ചെയ്ത ശേഷം ആ ടേംസിൻ്റെ പൊസിഷൻസിൻ്റെ സബ്ട്രാക്ഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സീക്വൻസ് ലഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് തേർഡ് ടേം 37 ആൻഡ് സെവൻത്ത് ടേം 73. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ചെയ്ത ഫോർമുല എന്തായിരുന്നു? കോമൺ ഡിഫറൻസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ x
7 മൈനസ് എക്സ് 3 ചെയ്ത ശേഷം ഡിവൈഡഡ് ബൈ 7 മൈനസ് 3 ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. ഇവിടെ x7 എന്ന് പറയുന്നത് 73 ആണ്, മൈനസ് x3 എന്ന് പറയുന്നത് 37 ആണ്, ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. സോ 73 മൈനസ് 37 ഡിവൈഡഡ് ബൈ 4 എന്നുള്ളതാണ് നമുക്ക് കോമൺ ഡിഫറൻസ് ലഭിക്കുന്നത്. അതായത് 36 ഡിവൈഡഡ് ബൈ 4 എന്ന് ലഭിച്ചു, വിച്ച് ഈസ് ഈക്വൽ ടു 9. സോ കോമൺ ഡിഫറൻസ് നമുക്കിവിടെ 9 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സീക്വൻസ് എഴുതാം. ഇനി അതിനു വേണ്ടി നമുക്ക് തേർഡ് ടേം ആണുള്ളത് അല്ലേ. സീക്വൻസ് എഴുതണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ. സോ ഫസ്റ്റ് ടേം നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും? ഇവിടെ തേർഡ് ടേം ആണ് 37. തേർഡ് ടേമിൽ നിന്നും 2 തവണ കോമൺ ഡിഫറൻസ് കുറച്ചാലായിരിക്കും നമുക്ക് ഫസ്റ്റ് ടേം ലഭിക്കുന്നത് അല്ലേ. സോ നമുക്ക് x3 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് x1 എന്ന് പറയുന്നത്. സോ x1 ഇസ് ഈക്വൽ ടു 37 മൈനസ് 2 ടൈംസ് 9, which is equal to 37 minus 18, 19. സോ നമുക്ക് ഫസ്റ്റ് ടേം 19 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ സീക്വൻസ് ഈസി ആയിട്ട് എഴുതാൻ സാധിക്കില്ലേ? സോ ദ സീക്വൻസ് വിൽ ബി 19 plus 9 is 28, 28 plus 9 37, 37 plus 9 46, 46 plus 9 55, 55 plus 9 64, 64 plus 9 73. ഇങ്ങനെ സീക്വൻസ് കണ്ടിന്യൂ ചെയ്യും. അതായത് ഒരു സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 ടേംസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ സീക്വൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ nth ടേം വരെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ nth ടേം ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. xn എങ്ങനെയാണ് എഴുതുന്നത്? xn ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് n-1 ഇൻറ്റു ഡി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് nth ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ള ഇക്വേഷൻ അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇതിൻ്റെ 25th ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ എഴുതാം? ഈ ഒരു സീക്വൻസിൻ്റെ 25th ടേം ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് x25 ഈക്വൽസ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 19 ആണ്, പ്ലസ് n എന്ന് പറയുന്നത് ഇവിടെ 25 ആണ്. സോ 25 മൈനസ് 1 ഇൻറ്റു കോമൺ ഡിഫറൻസ് 9 ആണ്. സോ ഇങ്ങനെ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 25th ടേം ഇതിൻ്റെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 19 പ്ലസ് 24 ഇൻറ്റു 9 വിച്ച് ഈസ് ഈക്വൽ ടു 235 എന്ന് നമുക്ക് ലഭിച്ചു. 25th ടേം 235 ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയില്ലേ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ് എന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോകുന്നതിനാണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 ടേംസ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. കോമൺ ഡിഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ടേംസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും അല്ലേ. ഫസ്റ്റ് ടേം മുതൽ nth ടേം വരെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷനെ പറ്റി കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് പേജ് 21 ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഈച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ്, ഫൈൻഡ് ദം. താഴെ കുറേ അരിത്തമെറ്റിക് സീക്വൻസസ് നൽകിയിട്ടുണ്ട്. അതിലെ കുറച്ച് ടേംസ് മിസ്സിംഗ് ആണ്, അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിലെ ഫസ്റ്റ് സീക്വൻസ് ഞാൻ അടുത്ത് എഴുതിയിട്ടുണ്ട്. 24, 42, തേർഡ് ടേമും ഫോർത്ത് ടേമും മിസ്സിംഗ് ആണ്. സോ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഉണ്ട്. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോമൺ ഡിഫറൻസ് കാണാനായിട്ട് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്താൽ മതിയാകും. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42 മൈനസ് 24 ആണ്, ഈക്വൽ ടു 18 ആണ് കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഇനി നമുക്ക് സീക്വൻസ് എഴുതിക്കൂടെ? അതായത് 24 ഉണ്ട്, 42 ഉണ്ട്, തേർഡ് ടേം എന്താണ്? സെക്കൻഡ് ടേം പ്ലസ് കോമൺ ഡിഫറൻസ്, ദാറ്റ് ഈസ് 42 പ്ലസ് 18. സോ 24, 42 and the third term will be 60. 42 plus 18 ആണ് 60.
ഇനി അടുത്ത ഫോർത്ത് ടേം എന്ന് പറയുന്നത് 60 പ്ലസ് കോമൺ ഡിഫറൻസ് അഗെയിൻ 18. അങ്ങനെ നമുക്ക് 78 കിട്ടി. സോ നമ്മൾ മിസ്സിംഗ് ആയിട്ടുള്ള തേർഡ് ടേമും ഫോർത്ത് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ്, സെക്കൻഡ് ടേം 24, തേർഡ് ടേം 42, ഫോർത്ത് ടേമും മിസ്സിംഗ് ആണ്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം രണ്ട് അടുത്തടുത്തുള്ള ടേംസ് ഉണ്ട്. നമുക്കറിയാം കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് കൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് ആണല്ലേ. അപ്പോൾ അത് ഫസ്റ്റ് ടേം സെക്കൻഡ് ടേം തന്നെ ആവണമെന്നില്ല. ഏതെങ്കിലും അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസ് കിട്ടും. സോ ഈ ഒരു സീക്വൻസിലും കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 42 മൈനസ് 24 തന്നെയാണ്. സോ 18 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 24 മൈനസ് 18 ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടും അല്ലേ. സോ 24 മൈനസ് 18 ഈക്വൽസ് ടു 6. സോ ഫസ്റ്റ് ടേം വിൽ ബി 6 ആൻഡ് സെക്കൻഡ് ടേം ഈസ് 24, തേർഡ് ടേം ഈസ് 42 and fourth term will be 42 plus 18, that is 60. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടേമും ഫോർത്ത് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും മിസ്സിംഗ് ആണ്, തേർഡ് ആൻഡ് ഫോർത്ത് ടേമും ഉണ്ട്. തേർഡ് ടേം 24ഉം ഫോർത്ത് ടേമും 42 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് മുകളിൽ ചെയ്ത പോലെ നമുക്ക് 18 എന്ന് കിട്ടി കോമൺ ഡിഫറൻസ്. ഇനി നമുക്ക് 24ന് മുന്നത്തെ, അതായത് സെക്കൻഡ് ടേം ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. തേർഡ് ടേമിൽ നിന്നും ഒരു തവണ ഡി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടേം കിട്ടും അല്ലേ. ദറ്റ് ഈസ് x3 മൈനസ് 1 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x2 കിട്ടും. അതുപോലെ x3 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ x1 ലഭിക്കും അല്ലേ. സോ നമുക്ക് x3 മൈനസ് 1 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്യാം. x2 ഇസ് ഈക്വൽ ടു 24 മൈനസ് 18 ആണ്. 24 മൈനസ് 18 ഇസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ലഭിച്ചു. സോ x2 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി x1 കാണാനായിട്ട് നമ്മൾ 24 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ്, 2 ഇൻറ്റു 18 ഈസ് 36. സോ 24 മൈനസ് 36 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം ആണ് ലഭിക്കുന്നത്. x3 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ഫസ്റ്റ് ടേം ആണ്. സോ 24 മൈനസ് 36 നമുക്ക് മൈനസ് 12 ആണ് ലഭിക്കുന്നത്. സോ ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് മൈനസ് 12, സെക്കൻഡ് ടേം 6 എന്നും നമുക്ക് കിട്ടുവാണ്. സോ ദ സീക്വൻസ് വിൽ ബി മൈനസ് 12, 6, 24, 42. സോ ഇതാണ് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും. ഇനി അടുത്ത ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ടേം 24 എന്ന് നൽകിയിട്ടുണ്ട്, സെക്കൻഡ് ടേം മിസ്സിംഗ് ആണ്, തേർഡ് ടേം 42 എന്ന് തന്നിട്ടുണ്ട്, ഫോർത്ത് ടേമും മിസ്സിംഗ് ആണ്. നമുക്കറിയാം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും രണ്ട് പൊസിഷനിലുള്ള ടേംസ് ആണ് തന്നിട്ടുള്ളത്, അത് കൺസിക്യൂട്ടീവ് ടേംസ് അല്ല എന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് എങ്ങനെ കാണണം? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x3 തേർഡ് ടേം മൈനസ് ഇവിടെ x1 ആണ് നൽകിയിട്ടുള്ളത്. അപ്പം x1 തേർഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ ഇതിൻ്റെ പൊസിഷൻസിൻ്റെ ഡിഫറൻസ് ചെയ്യണം. സോ ഇതിൻ്റെ പൊസിഷൻ 3 മൈനസ് 1 ആണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. 3 മൈനസ് 1 കൊണ്ട് നമ്മൾ ഈ ടേംസിൻ്റെ ഡിഫറൻസിനെ ഡിവൈഡ് ചെയ്യണം. അതായത് ടേംസിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ്റെ ഡിഫറൻസ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 minus 1. So 42 minus 24 is 18. 18 divided by 2 എന്ന് കിട്ടും, which is equal to 9. So ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 ആണ്. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം എന്തായിരിക്കും? 24 പ്ലസ് 9 ആണ് സെക്കൻഡ് ടേം. അതുപോലെ ഫോർത്ത് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം പ്ലസ് 9 ആണ്. അങ്ങനെ നമുക്ക് സീക്വൻസ് 24 പ്ലസ് 9 ഈക്വൽസ് ടു 33 എന്ന് ലഭിക്കും. നെക്സ്റ്റ് 42 തന്നിട്ടുണ്ട്. സോ ഫോർത്ത് ടേം എന്ന് പറയുന്നത് 42 പ്ലസ് 9 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 51. അങ്ങനെ നമ്മൾ സെക്കൻഡ് ടേമും ഫോർത്ത് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ടേം മിസ്സിംഗ് ആണ്, സെക്കൻഡ് ടേം 24 എന്ന് നൽകിയിട്ടുണ്ട്, തേർഡ് ടേം മിസ്സിംഗ് ആണ്, ഫോർത്ത് ടേം 42 എന്ന് തന്നിട്ടുണ്ട്. ഇവിടെയും ഈ സെയിം ഇക്വേഷൻ ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കോമൺ ഡിഫറൻസ് കാണാനായിട്ട് ഇവിടെ ഫോർത്ത് ടേമും സെക്കൻഡ് ടേമും ആണ് നൽകിയിട്ടുള്ളത്. സോ x4
minus x2 divided by ഇതിൻ്റെ പൊസിഷൻ്റെ ഡിഫറൻസ് ഇതോ that is 4 minus 2. So 42 minus 24 divided by 2. സെയിം 9 എന്ന് നമുക്ക് ലഭിച്ചു. കോമൺ ഡിഫറൻസ് ഇവിടെ 9 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം കാണണം. സെക്കൻഡ് ടേം തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം കാണാനായിട്ട് x2 മൈനസ് 1 ടൈംസ് കോമൺ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് x1 ലഭിക്കും അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് x1 എത്രയെന്ന് കിട്ടി? x1 is equal to 24 മൈനസ് 9 which is equal to 15. അങ്ങനെ ഫസ്റ്റ് ടേം 15 എന്ന് കിട്ടി, സെക്കൻഡ് ടേം 24 എന്ന് കിട്ടി. തേർഡ് ടേം എന്ന് പറയുന്നത് സെക്കൻഡ് ടേം പ്ലസ് 9 ആണ്, അതായത് 24 പ്ലസ് 9 വിച്ച് ഈസ് ഈക്വൽ ടു 33 ആൻഡ് ഫോർത്ത് ടേം 42. സോ നമ്മളിവിടെ ഫസ്റ്റ് ടേമും തേർഡ് ടേമും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി അടുത്തത് 6th ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ടേം ആൻഡ് തേർഡ് ടേം മിസ്സിംഗ് ആണ്, ഫോർത്ത് ടേം 42 എന്ന് നൽകിയിട്ടുണ്ട്. സോ നമുക്ക് മുകളിലത്തെ സെയിം ഇക്വേഷൻ യൂസ് ചെയ്ത് കോമൺ ഡിഫറൻസ് കാണാം. ഇവിടെ നമുക്ക് ഫോർത്ത് ടേമും ഫസ്റ്റ് ടേമും ആണുള്ളത്. സോ x4 മൈനസ് x1 ഡിവൈഡഡ് ബൈ 4 മൈനസ് 1 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 42 മൈനസ് 24 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് 18 ബൈ 3 വിച്ച് ഈസ് 6. കോമൺ ഡിഫറൻസ് നമുക്ക് 6 എന്ന് കിട്ടി. ഇനി നമുക്ക് ടേംസ് ഈസി ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തുകൂടെ? 24 ഫസ്റ്റ് ടേം നൽകിയിട്ടുണ്ട്, സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 24 പ്ലസ് 6 ആണ്, വിച്ച് ഈസ് 30. തേർഡ് ടേം 30 പ്ലസ് 6 ആണ്, 36 കിട്ടും. ഫോർത്ത് ടേം 42 ആണ്. മേക്ക് ഷുവർ ചെയ്യാം 36 പ്ലസ് 6 ആണ് 42 അല്ലേ? സോ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ടേംസും കിട്ടി. കോമൺ ഡിഫറൻസ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്താണ് ഫൈൻഡ് ഔട്ട് ചെയ്തത്. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ. ഏതെങ്കിലും രണ്ട് ടേംസ് അവൈലബിൾ ആണെങ്കിൽ നമുക്കിങ്ങനെ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സീക്വൻസ് ഫുള്ളി എഴുതാനും സാധിക്കും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ടേംസ് ഇൻ 2 പൊസിഷൻസ് ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസ് ആർ ഗീവൻ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. അതായത് ഒരു അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ 2 പൊസിഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ 5 ടേംസ് എഴുതാനാണ് പറയുന്നത് ആ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ. സോ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തേർഡ് ടേമും 6th ടേമുമാണ് നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഫസ്റ്റ് 5 ടേംസ് എഴുതണം. സോ ഇവിടെ ഏതെങ്കിലും 2 പൊസിഷൻസിലെ ടേംസ് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാമല്ലേ? മുന്നത്തെ ക്വസ്റ്റ്യനിലൊക്കെ യൂസ് ചെയ്ത് അതേ ഫോമുല യൂസ് ചെയ്ത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x6 മൈനസ് ഇവിടെ തേർഡ് ടേമും 6th ടേമും ആണ് തന്നിട്ടുള്ളത്. സോ x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ 3 ഈക്വൽസ് ടു 33 ബൈ 3 എന്ന് കിട്ടും, വിച്ച് ഈസ് 11. സോ കോമൺ ഡിഫറൻസ് നമുക്കിവിടെ 11 എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഫസ്റ്റ് ടേം കാണണം, സെക്കൻഡ് ടേം കാണണം, തേർഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം കാണണം, ഫിഫ്ത്ത് ടേം കാണണം. സോ തേർഡ് ടേം ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേം മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് അല്ലേ? തേർഡ് ടേമിൽ നിന്ന് ഒരു തവണ കോമൺ ഡിഫറൻസ് കുറച്ചാൽ സെക്കൻഡ് ടേം കിട്ടും, 2 തവണ കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കിട്ടില്ലേ? സോ അങ്ങനെയാണ് x3 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ് നമ്മുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. അതായത് 34 മൈനസ് 2 ഇൻറ്റു 11 ദാറ്റ് ഈസ് 22. സോ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് 12 എന്ന് കിട്ടും. അതുപോലെ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് തേർഡ് ടേമിൽ നിന്നും ഒരു വട്ടം കോമൺ ഡിഫറൻസ് കുറച്ചാൽ മതിയാവും. ദാറ്റ് ഈസ് 34 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 23. ഇനി സിമിലർലി x3 ഉണ്ടെങ്കിൽ x4 കാണാൻ എന്താ? ഫോർത്ത് ടേം എന്ന് പറയുന്നത് തേർഡ് ടേമിൻ്റെ കൂടെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം അല്ലേ? സോ 34 പ്ലസ് 11 ആണ് ഫോർത്ത് ടേം എന്ന് പറയുന്നത്, വിച്ച് ഈസ് 45. ഇനി ഫിഫ്ത്ത് ടേം ആണെങ്കിൽ തേർഡ് ടേമിൻ്റെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 45ൻ്റെ കൂടെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലും മതി. സോ എങ്ങനെ ചെയ്താലും നമുക്ക് സെയിം ആൻസർ കിട്ടും, ദാറ്റ് ഈസ് 56. സോ നമ്മൾ ഫസ്റ്റ് 5 ടേംസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി നമുക്ക് ആ സീക്വൻസ് ഒന്ന് എഴുതാം. 12, 23, 34,
45, 56. അങ്ങനെ നമ്മൾ ഫസ്റ്റ് 5 ടേംസ് എഴുതിയിട്ടുണ്ട് അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തേർഡ് ടേമും സിക്സ്ത് ടേമും നൽകിയിട്ടുണ്ട്. തേർഡ് ടേം എന്ന് പറയുന്നത് 43 ആണ്, സിക്സ്ത് ടേം എന്ന് പറയുന്നത് 76 ആണ്. സോ നമുക്ക് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x6 മൈനസ് x3 ഡിവൈഡഡ് ബൈ 6 മൈനസ് 3 ചെയ്യുമ്പോൾ ലഭിക്കും. ദാറ്റ് ഈസ് 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 33/3. കോമൺ ഡിഫറൻസ് നമുക്ക് 11 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഫസ്റ്റ് ടേം x1 ഇസ് ഈക്വൽ ടു തേർഡ് ടേം x3 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 43 മൈനസ് 2 ഇൻറ്റു 11 എന്ന് പറയുന്നത് 22 ആണ്. ദാറ്റ് ഈസ് 21. അതുപോലെ തന്നെ x2 എന്ന് പറയുന്നത് x3 മൈനസ് 1 ടൈം കോമൺ ഡിഫറൻസ് ആണ്. സോ 43 മൈനസ് 11 വിച്ച് ഈസ് ഈക്വൽ ടു 32. ഇനി അതുപോലെ നമുക്ക് x4 കാണാം. x4 എന്ന് പറയുന്നത് x3യുടെ കൂടെ ഒരു ടൈം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് x4 കിട്ടും. ദാറ്റ് ഈസ് 43 പ്ലസ് 11 ആണ്, ഈക്വൽസ് 54. സിമിലർലി x5 എന്ന് പറയുന്നത് x3യുടെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 43 പ്ലസ് 22 ഈക്വൽ 65. അങ്ങനെ നമുക്ക് 1 തൊട്ട് 5 വരെയുള്ള സീക്വൻസ് കിട്ടി. ഇനി ഇത് സീക്വൻസിൽ നമുക്ക് എഴുതാം. 21, 32, 43, 54, 65. നമ്മൾ ഇതിനെ സീക്വൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി തേർഡ് ക്വസ്റ്റ്യനിൽ തേർഡ് ടേം 2 എന്ന് നൽകിയിട്ടുണ്ട്, ഫിഫ്ത്ത് ടേം 3 എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ x5 മൈനസ് x3 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 ആയിരിക്കും. സോ x5 എന്ന് പറയുന്നത് 3 ആണ്, മൈനസ് x3 എന്ന് പറയുന്നത് 2 ആണ്, ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ 2, 1/2 എന്ന് കിട്ടി. 1/2നെ നമുക്ക് 0.5 എന്ന് എഴുതാം അല്ലേ? 0.5 എന്ന് ഞാനിവിടെ എഴുതുവാണ്. ഇനി നമുക്ക് ഓരോ ടേംസ് കാണാം. x1 എന്ന് പറയുന്നത് x3 മൈനസ് 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 2 ആണ് x3 എന്ന് പറയുന്നത്, മൈനസ് 2 ടൈംസ് 2 ഇൻറ്റു 0.5 എന്ന് പറയുന്നത് 1 ആണ്, ഈക്വൽസ് ടു 1 എന്ന് കിട്ടി. ഇനി അതുപോലെ x2 എന്ന് പറയുന്നത് x3 മൈനസ് 1 ടൈം കോമൺ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് 2 മൈനസ് 0.5 ആണ്, 1.5 എന്ന് കിട്ടി. അതുപോലെ x3 ഓൾറെഡി അവൈലബിൾ ആണ്. ഇനി നമുക്ക് x4 ഫൈൻഡ് ഔട്ട് ചെയ്യണം. x4ന് x3യുടെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 പ്ലസ് 0.5 ഈക്വൽസ് ടു 2.5. അതുപോലെ x5 ഓൾറെഡി ഗീവൺ ആണ്, x5 3 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്കിത് സീക്വൻസ് ആയിട്ട് എഴുതിക്കൂടെ? ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം 1 ആണ്, സെക്കൻഡ് ടേം 1.5 ആണ്, തേർഡ് ടേം 2 ആണ്, ഫോർത്ത് ടേം 2.5 ആണ്, ഫിഫ്ത്ത് ടേം 3 ആണ്. സോ ഇതിനെ നമ്മൾ സീക്വൻസ് ആയിട്ട് ഈ അരിത്തമാറ്റിക് സീക്വൻസിനെ എഴുതി. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യനിൽ ഫോർത്ത് ടേം 2 എന്ന് തന്നിട്ടുണ്ട്, സെവൻത്ത് ടേം 3 എന്ന് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ x7 മൈനസ് x4 ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 ആയിരിക്കും അല്ലേ? കാരണം സെവൻത്ത് ടേമും ഫോർത്ത് ടേമും ആണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ ടേംസിൻ്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ്റെ ഡിഫറൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് x7 എന്ന് വെച്ചാൽ 3 ആണ്, മൈനസ് ഫോർത്ത് ടേം 2 ആണ്, ഡിവൈഡഡ് ബൈ 7 മൈനസ് 4 ഈക്വൽസ് ടു 1 ഡിവൈഡഡ് ബൈ 3 എന്ന് നമുക്ക് കിട്ടുവാണ്. 1/3 ആണ് കോമൺ ഡിഫറൻസ് ഇവിടെ നമുക്ക് ലഭിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ബാക്കി ടേംസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോർത്ത് ടേം ആണ് നൽകിയിട്ടുള്ളത്. അപ്പം x1 കാണാനായിട്ട് x4ൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് കുറച്ചാലായിരിക്കും നമുക്ക് ഫസ്റ്റ് ടേം കിട്ടണേ. അതായത് ഫോർത്ത് ടേമിൽ നിന്നും 3 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. കാരണം ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 3 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴായിരിക്കുമല്ലോ ഫോർത്ത് ടേം കിട്ടണേ. അപ്പം ഫസ്റ്റ് ടേം കിട്ടാനായിട്ട് ഫോർത്ത് ടേമിൽ നിന്നും 3 ടൈംസ് കോമൺ ഡിഫറൻസ് നമ്മൾ മൈനസ് ചെയ്യും. ദാറ്റ് ഈസ്
അതായത് 2 ആണ് ഫോർത്ത് ടേം എന്ന് പറയുന്നത്. 2 മൈനസ് 3 ഇൻറ്റു കോമൺ ഡിഫറൻസ് 3 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 3/3 എന്ന് കിട്ടി. സോ 2 മൈനസ് 3/3 3/3 എന്ന് പറയുന്നത് 1 ആണ്. ദാറ്റ് ഈസ് 2 മൈനസ് 1 ഈക്വൽസ് ടു 1 ആണ് നമുക്ക് ഫസ്റ്റ് ടേം എന്ന് കിട്ടി. ഇനി അടുത്തത് സെക്കൻഡ് ടേം x2 എന്ന് പറയുന്നത് x4ൽ നിന്നും 2 ടൈംസ് കോമൺ ഡിഫറൻസ് കുറയ്ക്കുന്നതായിരിക്കും. ദാറ്റ് ഈസ് 2 മൈനസ് 2 ഇൻറ്റു 1/3 ദാറ്റ് ഈസ് 2/3 3 ഇൻറ്റു 2 6 മൈനസ് C2 അതുപോലെ എഴുതി ഡിവൈഡഡ് ബൈ കോമൺ ആയിട്ട് 3 എഴുതി. ദാറ്റ് ഈസ് 6 മൈനസ് 2 എന്ന് പറയുന്നത് 4 ആണ്. 4/3 എന്ന് കിട്ടി. ഇനി അടുത്തത് തേർഡ് ടേം ആണ് കാണേണ്ടത്. തേർഡ് ടേം എന്ന് പറയുന്നത് x4ൽ നിന്നും ഒരു തവണ കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. ദാറ്റ് ഈസ് 2 മൈനസ് 1 ഇൻറ്റു 1/3 ആണ്. ദാറ്റ് ഈസ് 1/3. ഇതും 3 ഇൻറ്റു 2 6 മൈനസ് 1 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 5/3 എന്ന് കിട്ടി. ഫോർത്ത് ടേം ഓൾറെഡി ഉണ്ട്. ഇനി ഫിഫ്ത്ത് ടേം ആണ് കാണേണ്ടത്. x5 എന്ന് പറയുന്നത് ഫോർത്ത് ടേമിൻ്റെ കൂടെ ഒരു തവണ കോമൺ ഡിഫറൻസ് ആഡ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 2 പ്ലസ് 1/3 ആണ്. ഈക്വൽ 6 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3 ദാറ്റ് ഈസ് 7/3. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടേംസും ആദ്യത്തെ 5 ടേംസും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സീക്വൻസ് ആയിട്ട് എഴുതാം. 1 4/3 5/3 2 7/3 7/3 ആണ്. സോ അങ്ങനെ നമുക്ക് ആദ്യത്തെ 5 ടേംസും കിട്ടി. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ സെക്കൻഡ് ടേം 5 എന്ന് നൽകിയിട്ടുണ്ട്, ഫിഫ്ത്ത് ടേം 2 എന്നും നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സെയിം മുകളിലത്തെ പോലെ തന്നെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x5 മൈനസ് x2 ഡിവൈഡഡ് ബൈ 5 മൈനസ് 2 ആണ്. അങ്ങനെ നമുക്ക് കോമൺ ഡിഫറൻസ് എങ്ങനെ ലഭിക്കും? 2 മൈനസ് 5/3 ദാറ്റ് ഈസ് -1 എന്നാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. കാരണം എന്താ വെച്ചാൽ 2 മൈനസ് 5 എന്ന് വെച്ചാൽ -3 ആണ്. -3/3 ഈസ് -1. അപ്പോൾ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ഒരു മൈനസ് വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ഇനി നമുക്ക് x1 ഫസ്റ്റ് ടേം എങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യണേ? സെക്കൻഡ് ടേം ഇവിടെ ഉണ്ടല്ലേ. അപ്പോൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഒരു വട്ടം കോമൺ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടില്ലേ. അതായത് 5 ആണ് സെക്കൻഡ് ടേം മൈനസ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് -1 ആണ്. എപ്പോഴും ഈ ഒരു മൈനസ് വാല്യൂ കിട്ടുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ആ മൈനസ് വിട്ടുപോകരുത്. സോ മൈനസ് ഓഫ് -1 എന്ന് പറയുന്നത് +1 ആവും. ദാറ്റ് ഈസ് 5 + 1 ഈക്വൽസ് ടു 6 ആണ് നമുക്ക് ഫസ്റ്റ് ടേം കിട്ടുന്നത്. ഇനി അതുപോലെ സെക്കൻഡ് ടേം ഓൾറെഡി ഗീവൺ ആണ്. ഇനി നമുക്ക് തേർഡ് ടേം കാണാം. തേർഡ് ടേം കാണാൻ സെക്കൻഡ് ടേമിൻ്റെ കൂടെ ഒരു വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ആണ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് 5ൻ്റെ കൂടെ പ്ലസ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 5 + -1 എന്ന് പറയുന്നത് 5 - 1 ആണ്. ഈക്വൽസ് ടു 4 ആണ് നമുക്ക് തേർഡ് ടേം കിട്ടിയത്. ഇനി അടുത്തത് ഫോർത്ത് ടേം കാണണം. x4 എന്ന് പറയുന്നത് x2ൻ്റെ കൂടെ 2 ടൈംസ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 5 + 2 ഇൻറ്റു -1 ആണ്. 2 ഇൻറ്റു -1 എന്ന് പറയുന്നത് -2 ആണ്. അതായത് 5 - 2 എന്ന് കിട്ടും. 5 - 2 എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഫിഫ്ത്ത് ടേം ഓൾറെഡി ഗീവൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ സീക്വൻസ് ആയിട്ട് എഴുതിക്കൂടെ? സോ ഫസ്റ്റ് ടേം 6, സെക്കൻഡ് ടേം 5, തേർഡ് ടേം 4, ഫോർത്ത് ടേം 3 ആൻഡ് ഫിഫ്ത്ത് ടേം 2. അത് ഓൾറെഡി ഗീവൺ ആണ്. അങ്ങനെ നമ്മൾ ആദ്യത്തെ 5 ടേംസും ഫൈൻഡ് ഔട്ട് ചെയ്തു ഈ സീക്വൻസിൻ്റെ. സോ നമ്മൾ പേജ് 21-ലെ ഫസ്റ്റ് 2 അഡീഷണൽ പ്രോബ്ലംസ് ആണ് ഇവിടെ സോൾവ് ചെയ്തത്. ബാക്കി പ്രോബ്ലംസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ സോൾവ് ചെയ്യുന്നതാണ്.